അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഗൂഗിൾ സെർച്ച് കൺസോൾ എന്താണ്, അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് അത് എങ്ങനെയാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഗൂഗിൾ സെർച്ച് കൺസോൾ എങ്ങനെയാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, വേർഡ്പ്രസ് വെബ്സൈറ്റിൽ ഇപ്പോൾ നമുക്ക് ലൈവായിട്ട് നോക്കാം. അതല്ല HTML വെബ്സൈറ്റിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു കോഡ് ഉണ്ട്. ഓക്കെ, ഒരു കോഡ് ജനറേറ്റ് ചെയ്തിട്ട് നമുക്കത് ഗൂഗിൾ സെർച്ച് കൺസോളിൽ തന്നെ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഡാണ്. ആ കോഡ് ജനറേറ്റ് ചെയ്തിട്ട് ഈ HTML വെബ്സൈറ്റിൻ്റെ ഡെവലപ്പേഴ്സ് ഉണ്ടാവും നമുക്ക് സപ്പോർട്ടിന് വേണ്ടി. ആ ഡെവലപ്പേഴ്സിനോട് പറയാം ഹെഡിൽ കൊണ്ടുപോയിടാൻ ആ ഒരു കോഡ്. എന്നിട്ട് ഇവിടെ വെരിഫൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗൂഗിൾ സെർച്ച് കൺസോൾ സെറ്റപ്പ് ആവും. ഓക്കെ, നമുക്കിപ്പോൾ വേർഡ്പ്രസ്സിൽ എങ്ങനെയാണ് അത് സെറ്റപ്പ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും അതിനെ കുറിച്ചിട്ട്. അപ്പോൾ നമുക്ക് ഗൂഗിൾ സെർച്ച് കൺസോൾ ഇൻ്റഗ്രേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. സെർച്ച് ചെയ്ത് നോക്കല്ല, ഒന്ന് ഗൂഗിൾ സെർച്ച് കൺസോൾ എന്ന് ഗൂഗിൾ ടൈപ്പ് ചെയ്യാം. ഗൂഗിൾ സെർച്ച് കൺസോൾ എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഒന്ന് എൻ്റർ അടിക്കാം. ഓക്കെ, നമുക്കിവിടെ ഫസ്റ്റ് കാണുന്ന റിസൾട്ട് തന്നെ കാണാൻ പറ്റും, ഗൂഗിൾ സെർച്ച് കൺസോൾ ടൂൾസ് എന്ന്. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ യൂഷ്വൽ സ്റ്റാർട്ട് നൗ കൊടുക്കുക. ദെൻ ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഈ സെർച്ച് കൺസോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ഡൊമൈന് അല്ലെങ്കിൽ നമ്മുടെ URL കൊടുത്തിട്ട് അവിടുന്ന് അവർ തരുന്നൊരു കോഡ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ബാക്ക് എൻഡിൽ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇവിടെ URL നമ്മൾ ഏത് വെബ്സൈറ്റിൻ്റെ റിസൾട്ടാണ് നമുക്ക് മെഷർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു വെബ്സൈറ്റിൻ്റെ URL ഇവിടെ കൊണ്ടുവന്നിടുക. ഞാനിപ്പോൾ എൻ്റെ harrisandcoacademy.com എന്ന് പറഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റിൻ്റെ URL ഇവിടെ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്തു. ദെൻ കണ്ടിന്യൂ കൊടുത്തു. കണ്ടിന്യൂ കൊടുക്കുമ്പോൾ നമുക്ക് ഇവർ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ ഗൂഗിൾ സെർച്ച് കൺസോൾ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗൂഗിൾ സെർച്ച് കൺസോൾ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോഡ് കൊണ്ടുപോയിരുന്നു നമ്മുടെ വെബ്സൈറ്റിൻ്റെ ബാക്ക് എൻഡിൽ നിന്ന്. നമുക്ക് ഒരുപാട് ഫയൽസ് ഇവിടെ തരുന്നുണ്ട്. അതിൽ നമ്മൾ ഈ HTML ടാഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടാഗ് ഇത് ഇവിടുന്ന് കോപ്പി ചെയ്തെടുക്കുക. ഇവിടെ കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഒന്ന് കോപ്പി ചെയ്തെടുക്കുക. ദെൻ പിന്നെ നമ്മൾ പോകേണ്ടത് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ബാക്ക് എൻഡിലോട്ടാണ്. അപ്പോൾ ഇതാണ് എൻ്റെ വെബ്സൈറ്റ്. ഓക്കെ, harrisandcoacademy ആണ് ഈ ഒരു വെബ്സൈറ്റ്. ഇതാണ് എൻ്റെ വെബ്സൈറ്റ്. ഞാൻ ഇതിൻ്റെ ഡാഷ്ബോർഡ് ഓൾറെഡി ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. എനിക്കിതിൽ ആക്സസ് ഉണ്ടായതുകൊണ്ട് ഞാൻ ഡാഷ്ബോർഡിൻ്റെ ആക്സസ് എനിക്കുള്ളത് കൊണ്ട് ഞാനത് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്കത് ആക്സസ് ഇല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ക്ലയൻറ്റിൻ്റെ ആക്സസ് ഇല്ല എന്നുണ്ടെങ്കിൽ ചോദിച്ചു മേടിക്കാം. ഓക്കെ, അത് വേർഡ്പ്രസ് വെബ്സൈറ്റ് ആണെങ്കിൽ. കോഡിംഗ് വെബ്സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്തായാലും ഡെവലപ്പർ ഉണ്ടാവും. നിങ്ങൾ ഈ കോഡ് എടുത്തിട്ട് ആ ഡെവലപ്പർക്ക് കൊടുക്കുക. ദെൻ പറയുക ഹെഡിൽ ഈ കോഡ് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയാം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ വേർഡ്പ്രസ് വെബ്സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ തീം യൂസ് ചെയ്തിട്ടുള്ളത് എലമെൻറ്റർ തീം യൂസ് ചെയ്തിട്ടാണ് ഈ വെബ്സൈറ്റ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ എലമെൻറ്റർ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷനിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും 1 2 3 4 5th ഓപ്ഷൻ കസ്റ്റം കോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇതിനിപ്പോൾ ഡിവി ആണെങ്കിൽ ഡിവിയുടെ ഓപ്ഷൻ ഉണ്ടാവും. അതിലെന്തായാലും കോഡ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ തീം ചേഞ്ച് ആവുന്നതിനനുസരിച്ച് ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. ഓക്കെ, എലമെൻറ്ററിൽ ഇപ്പോൾ നമുക്ക് നേരെ ഡയറക്റ്റ് തന്നെ ഇവിടെ ഓപ്ഷൻ തന്നിട്ടുണ്ട് കസ്റ്റം കോഡ് എന്നുള്ളതിൻ്റെ. എന്നിട്ട് ആ കസ്റ്റം കോഡ് അടിക്കുമ്പോൾ തന്നെ കിട്ടുന്ന നമുക്ക് ഫസ്റ്റ് പേജിൽ തന്നെ ഏറ്റവും മുകളിലുണ്ടാവും ആഡ് ന്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ആഡ് ന്യൂ കൊടുക്കുക. ആഡ് ന്യൂ കൊടുക്കുക. നമുക്ക് ഇവിടെ ടൈറ്റിൽ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. ഞാനിപ്പോൾ ഗൂഗിൾ സെർച്ച് കൺസോൾ ആയതുകൊണ്ട് ഞാനത് ജസ്റ്റ് GSC എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഞാൻ അവിടുന്ന് കോപ്പി ചെയ്തിട്ടുള്ള കോഡ് എന്ന് വെച്ചാൽ ഞാൻ ഗൂഗിൾ സെർച്ച് കൺസോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് കോപ്പി ചെയ്തിട്ടുള്ള കോഡ് കോപ്പി ചെയ്തിട്ടുള്ള ഈ ഒരു കോഡ് ഞാൻ എൻ്റെ വെബ്സൈറ്റിൻ്റെ ബാക്ക് എൻഡിൽ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്തു. ദെൻ ഞാനത് പബ്ലിഷ് ആക്കി. ഓക്കെ, ഞാനത് പബ്ലിഷ് ആക്കി. എന്നിട്ട് നേരത്തെ ഞാനിവിടെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത കോഡായിരുന്നത്. ഞാൻ ഇവിടെ വന്നിട്ട് വെരിഫൈ കൊടുത്തു. എന്ന് വെച്ചാൽ ഗൂഗിൾ സെർച്ച് കൺസോളിൻ്റെ ഈ ഒരു ടാബിൽ വന്നിട്ട് നമ്മൾ ഏത് കോഡാണോ കോപ്പി ചെയ്തത്, ഞാനിപ്പോൾ ഈ HTML ഫയൽ ഈ ഒരു സംഭവം അല്ല കോപ്പി ചെയ്തിട്ടുള്ളത്. ഞാനിവിടെ താഴെ HTML ടാഗ് ഈ ഒരു കോഡാണ് കോപ്പി ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് വെരിഫൈ കൊടുത്തു. അവിടെ ഓക്കെ ആക്കിയതിന് ശേഷം ഞാൻ ഇവിടെ വന്നിട്ട് വെരിഫൈ കൊടുത്തു. നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, എൻ്റെ ഓണർഷിപ്പ് വെരിഫൈഡ് ആയിട്ടുണ്ട്. എനിക്കിപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് എൻ്റെ ഗൂഗിൾ സെർച്ച് കൺസോൾ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, എനിക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റും. വെൽക്കം ചെയ്തു. ദെൻ എനിക്കിവിടെ എൻ്റെ ആ ഒരു പെർഫോമൻസ് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും ഇനി ഇവിടെ. കാരണം എല്ലാ പെർഫോമൻസും നമുക്ക് ഈ ഗൂഗിൾ സെർച്ച് കൺസോൾ ത്രൂ നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു വേർഡ്പ്രസ് വെബ്സൈറ്റിൽ നമ്മൾ ഗൂഗിൾ സെർച്ച് കൺസോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മുടെ വേർഡ്പ്രസ് അല്ല, ഒരു HTML വെബ്സൈറ്റ് ആണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോഡഡ് വെബ്സൈറ്റ് ആണെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഒരു കോഡിങ് ചെയ്ത് വെച്ചിട്ടുള്ള വെബ്സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്തായാലും ഡെവലപ്പർ ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നോളജ് ഉള്ള ഒരാളുണ്ടാവും.
ഓക്കെ, അപ്പോൾ അവർക്ക് നമ്മൾ ഈ കോപ്പി ചെയ്തിട്ടുള്ള ഈ കോഡ് ഈ ഗൂഗിൾ സെർച്ച് കൺസോളിൽ URLs കൊണ്ടുപോയിട്ട് നമ്മുടെ ഡൊമൈൻ പേസ്റ്റ് ചെയ്തു, ദെൻ വെരിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ കോപ്പി ചെയ്തിട്ടുള്ളൊരു HTML കോഡ് ഉണ്ടായിരുന്നു. ആ ഒരു കോഡ് നേരെ കൊണ്ടുപോയി ഡെവലപ്പേഴ്സിന് കൊടുക്കുക. ദെൻ അവരോട് പറയാം ഇത് ഹെഡറിൽ ഇടണം, ഈ കോഡ് ഹെഡറിൽ ഇടണം എന്ന് പറയാം. എന്നിട്ട് അത് അവർ ഹെഡറിൽ ഇട്ട് ഓക്കെ ആക്കിയതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് വെരിഫൈ ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ HTML വെബ്സൈറ്റ് ആണെങ്കിലും സെയിം സ്റ്റെപ്പാണ്. വേർഡ്പ്രസ് ആകുമ്പോൾ നമുക്ക് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിലിപ്പോൾ ഉള്ളൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ വേർഡ്പ്രസ് ആണ്, അത് നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. അതല്ല കോഡിംഗ് വെബ്സൈറ്റ് ആണ്, കോഡിംഗ് വെബ്സൈറ്റ് നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഡെവലപ്പറോട് പറഞ്ഞ് ചെയ്യിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഗൂഗിൾ സെർച്ച് കൺസോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്.